ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ട്രംപിന് 2.2 ബില്യൺ US$ വരുമാനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വെളിപ്പെടുത്തലിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ, അതിൽ പ്രധാനമായിട്ടും ട്രംപിൻ്റെ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്ന രാജ്യം, പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റ് റിസോഴ്സ്, അതുപോലെ തന്നെ ട്രംപിൻ്റെ ഇതിന് മുമ്പുള്ള ഭരണകാലത്ത് ട്രംപിൻ്റെ വരുമാനം എന്ന് പറയുന്നത് 600 മില്യൺ US$ ആയിരുന്നു. അത് ഇരട്ടിയായിട്ട് വർദ്ധിച്ച് 2.2 ബില്യൺ US$ ഇൻകമിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ റഷ്യ തുടർച്ചയായിട്ട് രണ്ടാം ദിവസവും താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോൺബോസ് റീജിയനിൽ വലിയൊരു ഏരിയ തന്നെ റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട്. ഉക്രൈൻ്റെ ഈ പുതിയ റോബോട്ടിക് യുദ്ധമുറകൾ, അതിന് തിരിച്ചടിയായി റഷ്യ അതിൻ്റെ ന്യൂവൻസസ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ റോബോട്ടിക് യന്ത്രങ്ങളെ തച്ചുടച്ച് മുന്നേറുകയാണ്. ഇറ്റ് മീൻസ് ഫ്രണ്ട് ലൈനിൽ റഷ്യ വീണ്ടും അഡ്വാൻസ്മെൻറ്റ് കാണിച്ചു തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ കീവ് നഗരത്തിൽ നിരവധി ഏരിയകളിലേക്ക് അറ്റാക്ക് വ്യാപകമായി തന്നെ റഷ്യ നടത്തിയിട്ടുണ്ട്. അതേസമയം ഉക്രൈനും തിരിച്ചടിക്കുന്നുണ്ട്. ഉക്രൈൻ റഷ്യക്കുള്ളിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലുള്ള ഒരു ഓയിൽ റിസർവ് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. റഷ്യ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ ഈ ഉക്രൈൻ്റെ ഡ്രോൺ പതിച്ച് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഉക്രൈനും തിരിച്ചടി തുടരുകയാണ്. പക്ഷേ റഷ്യ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അറ്റാക്ക് വളരെ രൂക്ഷമായ നിലയിലാണ് അറ്റാക്ക് നടത്തുന്നത്. അതായത് ഇപ്പം നിലവിലുള്ള ബോർഡർ അംഗീകരിച്ചുകൊണ്ട് ഉക്രൈൻ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നവരെ റഷ്യ ഈ അറ്റാക്ക് തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശക്തമായ ആക്രമണങ്ങൾ തുടരുമെന്നാണ് മോസ്കോയുടെ സൈഡിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോളണ്ട് പ്രത്യേകിച്ച് ഒരു മുന്നറിയിപ്പ്, റഷ്യ പോളണ്ടിനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം നാറ്റോയുടെ വരുന്ന നാടകങ്ങളാണ്, നാറ്റോയുടെ നാടകങ്ങൾ മാത്രമാണ്. വ്ലാഡിമിർ പുടിൻ കഴിഞ്ഞ ആഴ്ച ഒരു പബ്ലിക് സ്പീച്ച് കൊടുത്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂറോപ്പിനെ ആക്രമിക്കാനുള്ള യാതൊരു ഐഡിയയും റഷ്യക്കില്ല എന്ന് ഓപ്പണായിട്ട് ഇതിനെ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പോളണ്ട് വല്ലാത്ത രീതിയിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് പ്രസ്താവനകളൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബെലാറസുമായിട്ട് ബന്ധപ്പെട്ടാണ് പോളണ്ട് ആശങ്ക അറിയിക്കുന്നത്. ബെലാറസ് ആണെന്നുണ്ടെങ്കിൽ റഷ്യയും ബെലാറസും ബോർഡർ ഷെയർ ചെയ്യുന്ന ഏരിയകളിലുള്ള ആൾക്കാർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. മുന്നറിയിപ്പ് അവർ പറഞ്ഞിരിക്കുന്നത് ബോർഡർ മേഖലയിൽ കൂടുതൽ സഞ്ചാരം വേണ്ട, റഷ്യ ബോർഡർ ക്രോസ് ചെയ്യുന്ന ആൾക്കാരെ സൂക്ഷിക്കണം, കാരണം ഉക്രൈൻ്റെ സൈഡിൽ നിന്നും ആ മേഖലകളിലേക്ക് ആക്രമണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് അവിടുത്തെ പൊതുജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം റഷ്യയുടെ കുറേ ആയുധങ്ങൾ, മിസൈൽ സിസ്റ്റം ബെലാറസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം ഉക്രൈൻ അതിനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്താൻ ശ്രമിച്ചേക്കാം. ഉക്രൈൻ ആണെന്നുണ്ടെങ്കിൽ ഡ്രോൺ വെച്ചിട്ടാണ് അറ്റാക്ക് നടത്തുന്നത്. അപ്പോൾ ആ ഡ്രോൺ ഏത് വഴി പോകുന്നു, ഏത് വഴി വരുന്നു, ഇതൊക്കെ കണ്ടെത്താൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ലോവർ ആൽറ്റിറ്റ്യൂഡിലാണ് ഈ ഡ്രോൺ ഇങ്ങനെ പറന്നു പോകുന്നത്. റഡാറിലും ഇത് കണ്ടെത്താൻ കഴിയില്ല. അതാണ് ഉക്രൈൻ്റെ അറ്റാക്കിൻ്റെ ഗുട്ടൻസ്. അപ്പോൾ എന്തായാലും റഷ്യയുടെ ഫ്രണ്ട് ലൈൻ മൂവ്മെൻറ്റ് തുടരുന്നുണ്ട്. ഡോൺബോസ് റീജിയനിൽ ഒരു പുതിയ പ്രോവിൻസ് റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഈ 2.2 ബില്യൺ US$ ഈ വരുമാനം ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. ട്രംപ് പണ്ട് പല പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ട്രംപിനെ കുറിച്ച് ലോകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് വെച്ചാൽ, ഇത്തവണ അത് നേരെ മറിച്ച് പണം സമ്പാദിച്ചു എന്നതിൻ്റെ പേരിലാണ് ഇപ്പം ട്രംപ് അറിയപ്പെടുന്നത്. അത് പ്രത്യേകിച്ച് ഒരു പ്രസിഡൻ്റായിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിൽ വരുമാനം നേടുന്നത് അത് പ്രത്യേകിച്ച് പലർക്കും സംശയമുണ്ടാക്കും. ഡെമോക്രാറ്റിക് പാർട്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി തന്നെ പ്രസ്താവനകൾ പുറപ്പെടുവിച്ച് കഴിഞ്ഞു. ബറാക് ഒബാമയുടെ മുൻ അഡ്വൈസറായിട്ട് പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയമുനയോടുകൂടിയുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അതിനെല്ലാം തന്നെ ട്രംപ് ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. 2.2 ബില്യൺ US$ സമ്പദ് വ്യവസ്ഥയാണ് ഇപ്പോഴത്തെ ചർച്ച. ഇത് എങ്ങനെ നേടി, അത് പറയേണ്ടത് ട്രംപിൻ്റെ ചുമതലയാണ്. ഒരു വർഷം കൊണ്ട് എങ്ങനെ 2.2 ബില്യൺ? ഇതാണ് പലരും ചോദിക്കുന്നത്. നിയമാനുസൃത ബിസിനസ്സിലൂടെയാണോ ഇത് നേടിയത്, അല്ലാന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് നേടിയതാണോ, അധികാരത്തിൻ്റെ ഹുങ്ക് ഉപയോഗിച്ച് നേടിയതാണോ? ഇതാണ് അറിയേണ്ടത്. 2026 ഈ വർഷം പുറത്തിറക്കിയ സാമ്പത്തിക റിപ്പോർട്ട് അനുസരിച്ചാണ് ട്രംപിൻ്റെ വരുമാനം 2.2 ബില്യനായിട്ട് ഉയർന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ട്രംപിൻ്റെ ആദ്യ കാലഘട്ട ബിസിനസ്സിനേക്കാൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു സോഴ്സായിട്ട് ട്രംപ് തന്നെ പറയുന്നത് ക്രിപ്റ്റോയിൽ നിന്നും നേടി എന്നാണ് ട്രംപ് ട്രൂത്തിൽ എഴുതി കുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ട്രംപിൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ, അതിൻ്റെ സോഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹോട്ടലുകൾ, ഗോൾഫ് കോഴ്സുകൾ, റിയൽ എസ്റ്റേറ്റ് മേഖല, മാരലേഗോ പോലത്തെ ആഡംബര വസതികൾ, ഇതൊക്കെയായിരുന്നു. 2024 വരെ ട്രംപിൻ്റെ വരുമാനത്തിനെ കുറിച്ചുള്ള
ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ 600 മില്യൺ ആണ് ആനുവൽ ഇൻകം. ഇപ്പോൾ ട്രംപ് പറയുന്നത് പ്രധാന വരുമാനം ക്രിപ്റ്റോയിൽ നിന്നാണ്. ട്രംപിൻ്റെ വരുമാനം എന്ന മാർഗങ്ങളായിട്ട് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ക്രിപ്റ്റോ കറൻസി. 2, വേൾഡ് ലിബർട്ടി ഫൈനാൻഷ്യൽ എന്ന് പറയുന്നത് ട്രംപിൻ്റെ തന്നെ ഒരു കമ്പനിയാണ്. പിന്നെ ഡോളർ ട്രംപ് മീം കോയിൻ. വേൾഡ് ലിബർട്ടി ഫൈനാൻസ് എന്ന് പറയുന്നത് 2024 ട്രംപ് തുടങ്ങുന്ന ഒരു ക്രിപ്റ്റോ കമ്പനിയാണ്. ഞാൻ ഈ മേൽ പറഞ്ഞ 3 വിഷയങ്ങളും ക്രിപ്റ്റോ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ വേൾഡ് ലിബർട്ടി ഫൈനാൻഷ്യൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ 49% ഷെയർ സ്വന്തമാക്കിയിരിക്കുന്നത് UAE ആണ്. 500 മില്യൺ ആണ് UAE ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നത് ഓഹരി വിപണിയിലെ ട്രംപിൻ്റെ ഇടപെടൽ, അതായത് ട്രംപ് ഓഹരി വിപണിയെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ ഇറക്കാൻ ആ സ്വാധീനമുള്ള മേഖലയിൽ ട്രംപ് ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. ആ കസേര ട്രംപിന് സ്വന്തമാണ്. അപ്പോൾ ട്രംപിൻ്റെ നിയമങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, ട്രംപ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓഹരി വിപണിയെ ട്രംപ് മാറ്റിമറിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണം ഉയരുന്നുണ്ട്. അത് പണ്ട് തൊട്ടേ ഉയരുന്നുണ്ട്, ഇപ്പോഴത് വളരെ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. അപ്പോൾ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്ന് ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതിനെ തുടർന്ന് UAEക്ക് AI അഡ്വാൻസ്ഡ് ചിപ്പുകൾ കയറ്റുമതി ചെയ്യാനുള്ള പെർമിഷനിൽ ട്രംപ് ഇളവ് കൊടുത്തതായിട്ടുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പം ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് ചാനലുകൾ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി, ഇമാതിരിയുള്ള വിഷയങ്ങളെയൊക്കെ ട്രംപ് ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അതിനെ നിയന്ത്രിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്വന്തം കമ്പനിയിലേക്ക് വാങ്ങിച്ചു കൂട്ടിയിട്ട് അതിന് പകരം ഈ രാജ്യത്തിൻ്റെ പല പോളിസികളിലേക്കും ഇളവുകൾ വരുത്തിക്കൊണ്ട് മിസ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ലേഖനം പറയുന്നത്. തീർച്ചയായിട്ടും 500 മില്യൺ സ്വന്തം കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചിട്ട് ഇങ്ങനൊരു ഇളവ് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഇത് കോടതിയിലൊന്നും തെളിയിക്കപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ കോടതിയിൽ കേസ് നടക്കുന്ന വിഷയങ്ങളോ അല്ല, പക്ഷേ ഇങ്ങനെ വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ട്രംപിൻ്റെ മേം കോയിൻ, ആദ്യമായിട്ട് ട്രംപിൻ്റെ പേരിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കോയിനാണിത്. ഈ കോയിൻ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുപാട് പേര് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം ഇതിൻ്റെ വിപണി മൂല്യം $15 ബില്യൺ വരെ ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇത് കുത്തനെ ഇടിവ് നേരിടുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏകദേശം 97% ഇടിഞ്ഞായിരുന്നു. വാൾസ്ട്രീറ്റ് ജേർണലിൻ്റെ റിപ്പോർട്ട് പ്രകാരം ട്രംപ് ഏതാണ്ട് ഡോളർ ട്രംപ് മീം കോയിൻ ത്രൂ $1 ബില്യൺ വരെ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നുള്ള റിപ്പോർട്ടുമുണ്ട്. ഇതിൽ നിക്ഷേപം നടത്തിയ 3-2 പേർക്ക്, അതായത് ഈ ട്രംപ് മീം കോയിനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ 3-2 പേര് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടപ്പെട്ടു പോയി എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. വാൾസ്ട്രീറ്റ് ജേർണലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകൻ ലീ റൈനർ പറയുന്നത് ട്രംപ് അധികാരത്തിലിരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു വരുമാനം അതിൽ ദുരൂഹതയുണ്ട്. പ്രത്യേകിച്ച് ക്രിപ്റ്റോയിൽ നിന്നും വൻ ലാഭം നേടുന്നു. മറ്റുള്ള മാർക്കറ്റുകളൊക്കെ തകർന്നടിഞ്ഞ് കിടക്കുമ്പോഴാണ് ട്രംപിൻ്റെ കമ്പനി മാത്രം ക്രിപ്റ്റോയിൽ നിന്ന് ലാഭം നേടുന്നത്. ക്രിപ്റ്റോ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഈക്വലായിട്ട് എല്ലാ ക്രിപ്റ്റോകളും ഒരു പെർഫോമൻസ് ലെവലുണ്ട്. ആ ലെവലിൽ അത് പെർഫോം ചെയ്യണ്ടേ? പ്രത്യേകിച്ച് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്രിപ്റ്റോ അത് എല്ലാത്തിനെയും കടത്തി വെട്ടി മുന്നിലേക്ക് വരണം. ആ കമ്പനി തുടങ്ങിയ ആൾക്ക് കുത്തനെ വരുമാനം ഉയരുന്നു, പക്ഷേ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ആൾക്കാർക്കൊക്കെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് ലീ റൈനർ പറയുന്നത് ഇതിലെന്തോ ഉടായ്പുണ്ട് എന്നാണ് പുള്ളിക്കാരൻ വളരെ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ട്രംപിൻ്റെ ക്രിപ്റ്റോ കറൻസി കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അൺസർട്ടനിറ്റി, ഒരു ദുരൂഹത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് പലരുടെയും അഭിപ്രായം. ഒബാമയുടെ മുൻ എത്തിക് അഡ്വൈസർ നോം എയ്സൺ പുള്ളിയും ഇതേ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു മാഗസീൻ ഉണ്ട്, അവർ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയം പറയുന്നുണ്ട്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ, യുദ്ധപ്രഖ്യാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളുമായിട്ട് ബന്ധപ്പെട്ട ആ തീരുമാനങ്ങൾ വെളിപ്പെടുത്തിയതിൻ്റെ തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ ഏതാണ്ട് മിനിറ്റുകൾക്ക് മുൻപ് വരെ ഓയിൽ ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഇൻഡെക്സിലും നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വിപണികളിൽ ഈ പ്രഖ്യാപനം നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള മിനിറ്റുകളിൽ അസാധാരണമായിട്ടുള്ള വ്യാപാരം നടന്നിട്ടുള്ളതായിട്ടുള്ള കണ്ടെത്തൽ സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസൈഡ് ട്രേഡിംഗ് പറഞ്ഞു വെക്കുന്നത് മാർക്കറ്റ് മാനിപ്പുലേഷൻ, ഇൻഫർമേഷൻ ലീക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടുള്ള മാർക്കറ്റ് മാനിപ്പുലേഷൻ അത് നടന്നതായിട്ടാണ് ഇവർ സംശയം പ്രകടിപ്പിക്കുന്നത്. ക്രിപ്റ്റോ മേഖലയിലും സ്റ്റോക്ക് ട്രേഡ് മേഖലയിലും അതുപോലെ തന്നെ ഓയിൽ ഫ്യൂച്ചർ മേഖലയിലും സ്വാധീനം ചെലുത്തത്തക്ക രീതിയിലുള്ള നിയമനിർമ്മാണം നടത്തുന്ന പൊസിഷനിലാണ് ട്രംപ് ഉള്ളത്. അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള വിഷയം. ട്രംപിൻ്റെ സപ്പോർട്ടേഴ്സ് പറയുന്നത് ഇത് വലിയ നേട്ടമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ട്രംപിനെ സപ്പോർട്ട് ചെയ്യാത്തവർ, മറ്റൊരു വിഭാഗമുണ്ടല്ലോ, അവർ പറയുന്നത് അധികാരം ദുരുപയോഗം ചെയ്ത് സ്വന്തം സാമ്പത്തികം വർദ്ധിപ്പിക്കാൻ നോക്കുന്ന അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണിത് എന്നാണ് ട്രംപിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വിലയിരുത്തുന്നത്. അപ്പോൾ ഒരു കൂട്ടർ സാമ്പത്തിക മികവാണെന്നും മറ്റൊരുത്തർ ഇത് അധികാര ദുരുപയോഗമാണെന്നുമാണ് വിലയിരുത്തുന്നത്. എന്തായാലും ട്രംപ് പൈസ ഉണ്ടാക്കുന്നുള്ളതാണ് യാഥാർത്ഥ്യം.
അത് തീർച്ചയായിട്ടും അധികാരത്തിൻ്റെ കസേരയിലിരിക്കുമ്പോൾ പുള്ളി അതുമായിട്ട് ബന്ധപ്പെട്ട് നിയമങ്ങൾ വളച്ചൊടിക്കാനും ഇൻഫർമേഷൻ ലീക്ക് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഇതെല്ലാം ട്രംപ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഓൾറെഡി തന്നെ പലതവണ ആവർത്തിച്ച് പറഞ്ഞ വിഷയമാണ്. എന്തായാലും അത് അമേരിക്ക തന്നെ ഇപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചർച്ചകളിലേക്ക് പോയിരിക്കുകയാണ്. ഇനി എന്തായാലും ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ട്രംപ് അധികാരത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. ഇറാനിൽ ആയത്തുല്ല അലി ഖമനേയിയുടെ ഫ്യൂണറൽ സെറമണിയുമായിട്ട് ബന്ധപ്പെട്ട് പല രാജ്യങ്ങളിലുള്ള നേതാക്കളും അവിടെ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും ഒരു ടീം പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് മെഹബൂബ മുഫ്തി, കശ്മീരിൽ നിന്നും കുറച്ച് കൂടുതൽ ആൾക്കാർ തന്നെ പോയിട്ടുണ്ട്. ഷിയ കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. ഇന്ത്യയുടെ ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നുള്ള നേതാക്കളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഇറാനാണെന്നുണ്ടെങ്കിൽ ഈ സാഹചര്യത്തിലും IRGCയുടെ ബോട്ട് സർവൈലൻസ് നടത്തുകയാണ്. അതായത് അമേരിക്ക ഒമാൻ ത്രൂ വരച്ചു കൊടുത്ത റൂട്ടിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളെ ഭീഷണിപ്പെടുത്തി അവരെ കഷം ഐലൻഡ് ത്രൂ ഉള്ള ഇറാനിയൻ റൂട്ടിലൂടെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ഒരു സംഘത്തെ ഏർപ്പാടാക്കിയിട്ടുണ്ട് IRGC. അമേരിക്ക എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇപ്പം ശരിക്കും ആയത്തുല്ല അലി ഖമനേയിയുടെ ആ ഒരു ഫ്യൂണറൽ സെറമണി നടക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്കെതിരെയുള്ള വികാരം അണപൊട്ടി ഒഴുകുന്നുണ്ട് ഇറാൻ്റെ ഉള്ളിൽ. അപ്പം അതുകൊണ്ട് പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഞങ്ങൾ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തിയാലും അവർക്കെതിരെയുള്ള റിവഞ്ചിൽ നിന്നും ഒരു ഇഞ്ച് പോലും ഞങ്ങൾ പിന്നോട്ട് പോവില്ല, ഇങ്ങനെയുള്ള ബ്ലണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ചുമ്മാ അങ്ങ് അടിച്ച് തള്ളുകയാണ്. അപ്പോൾ ഇറാൻ്റെ ഉള്ളിൽ ആയത്തുല്ല അലി ഖമനേയ്ക്ക് വേണ്ടിയിട്ട് ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക വിളിയോടുകൂടി, കൊലവിളിയോടുകൂടി അവിടെ ബറിയൽ സെറമണി നടക്കുന്നുണ്ട്. 5-ാം തീയതിയാണ് ആക്ച്വൽ ഫ്യൂണറൽ സെറമണി നടക്കുന്നത്. അതിലേക്കുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ വന്നിട്ട് ഇവർക്കൊരു ആചാരമുണ്ട്, ഒരു ചെറിയ തുണി വെച്ചിട്ട് ഈ കോഫിൻ്റെ മേളിൽ ഇങ്ങനെ തൊട്ടിട്ട് അതങ്ങ് ആൾക്കാർക്ക് ഇട്ട് കൊടുക്കും. മീൻസ് അതൊരു ആചാരമാണ്. ഇവർ ജീവിതകാലം മൊത്തം ആ ഒരു ക്ലോത്തിൽ അതിനൊരു പ്രത്യേകത ഉണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ക്ലോത്തുകൾ കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെ ഉടനീളം ആ ഒരു യാത്ര നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് പേര് തുണി, തൊപ്പി, ക്യാപ്പ് ഇങ്ങനെ പലതും ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് കൊടുക്കും. അപ്പോൾ അവർ ഈ കോഫിനിൽ ഇങ്ങനെ തടവിയിട്ട് അതങ്ങ് ഇട്ട് കൊടുക്കും തിരിച്ച്. ഒരു വിശ്വാസം, അവരുടെ ഒരുപാട് പേർക്ക് അന്ധവിശ്വാസമുണ്ടല്ലോ, അതിലൊരു തരത്തിലുള്ള അന്ധവിശ്വാസം. അത് ഇവർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അതൊരു പറഞ്ഞാൽ ഒരു റിച്വൽ ക്ലോത്ത് ആയിട്ട് അവർ ജീവിതകാലം മൊത്തം കൊണ്ടു നടക്കും. അതാണ് സംഭവിക്കുന്നത്. നെതന്യാഹുവും ട്രംപും തമ്മിൽ വൈകാതെ വീണ്ടും ഒരു കൂടിക്കാഴ്ച നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇസ്രായേലിൽ നിന്നും വൈറ്റ് ഹൗസിലേക്ക് വിളിച്ച് ഒരു പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. ഫർദർ ഡിസ്കഷൻ പ്രധാനമായിട്ട് ലെബനനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, ഹെസ്ബുള്ളകളെ ഒതുക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, അതേപോലെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടും. സിറിയയിലെ ബോർഡർ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷനും നടത്തുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.